വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് ഇറച്ചിച്ചോറ്. അപ്പോൾ ഇന്ന് ബീഫ് വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി നമുക്ക് കാണാം. ഞാൻ മൈമ സൈമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ബീഫിൻ്റെ മസാല റെഡിയാക്കണം. ഞാൻ കുക്കറിലാണ് ഇറച്ചി ചെയ്യുന്നത്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കുക്ക് ചെയ്യാനായിട്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന അളവെന്ന് പറഞ്ഞാൽ 8 പേർക്ക് കഴിക്കാൻ പറ്റിയൊരു അളവാണ്. 1 കിലോ ഇറച്ചി വെച്ചിട്ടാണ് ചെയ്യുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 3 സവാള സ്ലൈസ് ചെയ്തത്, 3 അത്യാവശ്യം വലിയ സവാള എടുത്തേക്കുന്നത്. സവാള ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. സവാളയുടെ കുക്കിംഗ് ഫാസ്റ്റ് ആക്കാനായിട്ടാണ്. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് ബീഫ് കുക്ക് ചെയ്യാനായിട്ടുള്ള മസാല ആയതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ടേക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇവിടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, ഈ ഒരു പരുവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. അതിനായിട്ട് പച്ചമുളക്, ഞാനൊരു 10 പച്ചമുളക് ഉപയോഗിക്കുന്നത്. 1 കിലോ ഇറച്ചിയാണല്ലോ, 10-12 ഒക്കെ ഉപയോഗിക്കാം. മുളക് പൊടിയൊക്കെ ഇടുന്നത് കുറവായിരിക്കും. ഇഞ്ചി ഒരു 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 10 ചുമന്നുള്ളി, ഒരു 20 കഷ്ണം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ചതച്ചെടുത്തിട്ടുണ്ട്. ഈ സവാള ഈ ഒരു നിറമായ ഈ സ്റ്റേജിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ചതച്ച മിക്സറിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് കുറച്ച് സമയം എടുക്കും, ഒരു 3-4 മിനിറ്റ് ഒക്കെ എടുക്കും. നന്നായിട്ടൊന്ന് മൂത്ത ശേഷം അതിനകത്തേക്ക് മസാലകൾ ഇടണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ഉള്ളി വഴറ്റാൻ നേരത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ടൊമാറ്റോ എല്ലാം വെന്തുടയണം. ആ ഒരു പരുവം വരെ കുക്ക് ചെയ്യണം. അപ്പം മസാല ഒന്നുകൂടെ മൂക്കുകയും ചെയ്യും. ടൊമാറ്റോ വെന്തുടഞ്ഞ് ഒരു പേസ്റ്റ് പോലെ. ഈ ഒരു പരുവായി നമുക്കിതിലേക്ക് ഇറച്ചി ആഡ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1 കിലോ ഇറച്ചിയാണ്. എല്ലും ഫാറ്റും കൂടിയുള്ള ഇറച്ചിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതാണ് ഇറച്ചിച്ചോറിന് നല്ലത്. കുറച്ച് മല്ലിയില ചേർക്കാം. കുറച്ച് പുതിനയില. പുതിനയില കുറച്ചേ ഇട്ടിട്ടുള്ളൂ, മല്ലിയില ഇച്ചിരി നന്നായിട്ട് ഇടുക. ഈ ബാക്കിയുള്ള മല്ലിയിലയും കൂടെ ചേർക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാൻ കുക്ക് ചെയ്യുന്നത് 1 വിസിൽ വന്ന ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കും.
അതിനുശേഷം ചെക്ക് ചെയ്യാം, ഓരോ മീറ്റിന് കുക്കിംഗ് ടൈം വ്യത്യാസം വരും. പ്രഷർ മൊത്തം പോയി, നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇനി ചെക്ക് ചെയ്യാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റണം, ഈ ഗ്രേവിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഈ ഗ്രേവിയിലാണ് നമ്മൾ ചോറ് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മസാല അതിൻ്റെ ഗ്രേവിയും കൂടെ സെപ്പറേറ്റ് ചെയ്തു. ഈ ഗ്രേവിക്കകത്ത് വേണം നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് അടുത്തായിട്ട് റൈസാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ തന്നെ നെയ്യും കൂടെ ചേർക്കാം. എണ്ണ ചൂടായി, ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാം. നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ 2 ബേലീഫ് ഇടുകയാണ്. പട്ട, 8 ഏലക്ക, 8-10 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്തു. ഇതിലേക്ക് റൈസ് ചേർക്കാം. 4 കപ്പ് അരിയാണ്. ഞാൻ ഉപയോഗിക്കുന്ന കൈമ റൈസാണ്. കൈമ, ജീരശാല ഉപയോഗിക്കാം. 4 കപ്പ് പറയുമ്പം ഏകദേശം ഒരു 900 ഗ്രാംസ് ഉണ്ട്. 900 കുറച്ചും കൂടെ ഉണ്ടാവും. പറഞ്ഞല്ലോ, 8 പേർക്ക് കഴിക്കാവുന്നൊരളവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റുക. അപ്പം നമ്മൾ ആ എണ്ണയ്ക്കകത്തേക്ക് സ്പൈസസ് ഇട്ടുണ്ട്. ആ എണ്ണയിൽ നന്നായിട്ട് സ്പൈസസിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. അത് ഈ റൈസിലേക്ക് നന്നായിട്ടൊന്ന് കോട്ടഡ് ആവണം. ഇപ്പോൾ ഇവിടെ കാസ്റ്റ് അയൺ ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒട്ടും അടുക്കി പിടിക്കാണ്ട് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. എപ്പോഴും ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ്, ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പം ചൂട് കട്ടിയുള്ള പാത്രം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ കാസ്റ്റ് അയൺ കുക്ക്വെയറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ വാങ്ങിച്ചൊരു പാത്രമാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെ റൈസ് റെഡിയാണ്. നമുക്ക് ചെറുതായിട്ട് അരി പൊട്ടുന്നൊരു ശബ്ദം കേൾക്കാം. ക്രാക്കിൾ ചെയ്യുന്ന പോലത്തെ ചെറിയൊരു ശബ്ദം കേൾക്കാം. തീ കുറച്ച് വെക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ഈ ഗ്രേവി ആദ്യം ചേർക്കാം. എപ്പോഴും മെഷർ ചെയ്ത് ചേർക്കുക. 4 കപ്പ് അരിയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അതിനനുസരിച്ചുള്ള ഗ്രേവിയാണ് ചേർക്കുക. ഞാൻ 6 ഗ്ലാസ് വെള്ളം ചേർത്തു. ഈ സെയിം കപ്പിലാണ് അരി മെഷർ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് എപ്പോഴും ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് മുമ്പിൽ നിൽക്കണം, എന്നാലേ നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പ് കാണത്തുള്ളൂ. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്. ഇനി കുറച്ച് നാരങ്ങ നീരൂടെ ചേർക്കാം. ഇറച്ചി കുക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നാരങ്ങ ചേർക്കാവുന്നതാണ്. ഇറച്ചി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. 1 നാരങ്ങയുടെ നീര്. എപ്പോഴും ഈ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നാരങ്ങ നീര് ചേർത്ത ശേഷം ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഉപ്പിൻ്റെ അളവ് അറിയാൻ പറ്റത്തുള്ളൂ. പുളിയും കൂടെ വരുമ്പോൾ എപ്പോഴും പുളി ചേർത്ത ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. 1/2 ടീസ്പൂണോട് ഉപ്പ് ഇപ്പോൾ ചേർക്കുക.
ഇനി നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇപ്പോൾ അരി നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ച് തീ കുറയ്ക്കുക. തീ കുറച്ച ശേഷം അരിയിലെ വെള്ളം പറ്റി തീരുന്നവരെ, ഒരു 1/4 ഭാഗം പറ്റി തീരുന്നവരെ കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഞാൻ തീ കുറച്ച ശേഷം ഒരു 12 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ അടുപ്പിൻ്റെ ഫ്ലെയിം അനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അനുസരിച്ച് കുക്കിംഗ് ടൈം എപ്പോഴും മാറും. അപ്പോൾ ചെക്ക് ചെയ്യുക. 12 to 15 മിനിറ്റ്സിൽ സമയം എടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളം മൊത്തം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇടാനായിട്ടുണ്ട്. ചെറിയൊരു പിടി മല്ലിയെല്ലാം കൂടി ഇടാം. ഞാൻ ഒരു നുള്ള് പെരുംജീരകത്തിൻ്റെ പൊടി ഇടുകയാണ്. അതേപോലെ ഒരു നുള്ള് ഗരം മസാല. ഒന്ന് മിക്സ് ചെയ്യാം. ഒട്ടും കുഴഞ്ഞിട്ടില്ല. കുറച്ച് അണ്ടർ കുക്ക്ഡാണ്. നമ്മൾ ഈ മീറ്റ് ഇടുമല്ലോ, മീറ്റിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും. ആ ഗ്രേവി കിടന്ന് ബാക്കി വെന്തോളും. സ്പ്രെഡ് ചെയ്തിടുക. വീണ്ടും ഇത് അടച്ചു വെക്കാം. നല്ല മണമാണ്. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വീണ്ടും ഒരു 8 മിനിറ്റ്, ഒരു 8 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇറച്ചി ഇട്ട ശേഷം നമ്മൾ തീ കുറച്ച് ഒരു 9 മിനിറ്റോളം വെച്ചേക്കായിരുന്നു. ഓഫ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. നനവ് തോന്നുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ, 5 മിനിറ്റ് കൂടെ ഒക്കെ തീ കുറച്ച് വെക്കാം. ഇറച്ചിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ലാസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞതല്ല, നനവ് തോന്നുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചാൽ മതി. നനവ് മൊത്തം ഡ്രൈ ആകുന്ന വരെ അടച്ചു വെക്കാം. അതേപോലെ ചോറ് കുഴയാതെ കിട്ടണം. ചൂടോടെ എടുക്കുമ്പോൾ ഒരു ഇത് തോന്നാം, പക്ഷേങ്കിൽ അത് കറക്റ്റായിട്ടപ്പോൾ കിട്ടിയേക്കുന്നത്. വേണ്ട, വിട്ട് കിടക്കും. നമ്മുടെ ബീഫ് ഇറച്ചിച്ചോറ് നിങ്ങൾ കണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് നിൽക്കുന്നത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ മല്ലിയിലൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യുന്നതേ ഉള്ളൂ. യൂഷ്വലി നമ്മൾ ഇറച്ചിച്ചോറ് വാങ്ങിക്കുമ്പോൾ ഒന്നും ഗാർണിഷായിട്ട് പ്രത്യേകിച്ച് ഫ്രൈഡ് അണിയൻസോ മല്ലിയിലോ ഒന്നും ചേർക്കാറില്ല. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഇതിലൂടെ സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു അച്ചാറും, നാരങ്ങ അച്ചാറും പപ്പടവും ഒരു സാലഡും ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.